പ്രിയം നിറഞ്ഞ 4ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ, ഈ വർഷം പുതിയ പാഠപുസ്തകമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ഉത്തരം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ഉറപ്പായും പാദവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ വർക്ക് നോക്കൂ. നക്തുബുൽ ജുമുഅ കമാഫിൽ മിസാൽ. താഴെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ജംഉകൾ എഴുതാം എന്നുള്ളതാണ്, ബഹുവചനങ്ങൾ എഴുതാം. ആദ്യം ഉദാഹരണം നോക്കൂ. ഫിൽ ഹഖീബത്തി കിതാബുൻ. ഫിൽ ഹഖീബ ബാഗിലുണ്ട്, കിതാബുൻ പുസ്തകമുണ്ട്, ബുക്കുണ്ട്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഫിൽ ഹഖീബത്തി കുതുബുൻ. ബാഗിൽ പുസ്തകങ്ങൾ ഉണ്ട്, ബുക്കുകൾ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ മുഫ്രദാണ്, ഏകവചനമാണ്. രണ്ടാമത്തെ ബഹുവചനമാണ്. ഇതുപോലെ താഴെ 5 കൊടുത്തിട്ടുണ്ട്. 5 നമ്മൾ എഴുതണം എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് നോക്കൂ. അലൽ ഓറസി ഫറാഷത്തുൻ. ചെടിക്ക് മുകളിൽ. അൽ ഓറസി എന്ന ചെടിയിൽ എന്തുണ്ട്? ഫറാഷത്തുൻ, ഒരു പൂമ്പാറ്റയുണ്ട്. ഫറാഷത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പൂമ്പാറ്റ. അപ്പോൾ അതിൻ്റെ ജംഅ എഴുതണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫറാഷത്തുൻ, ഫറാഷാത്തുൻ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ എന്ത് എഴുതണം? അലൽ ഓറസി ഫറാഷാത്തുൻ എന്ന് എഴുതണം. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ നോക്കൂ. അല ഷജറത്തി തോയിറുൻ. മരത്തിന്മേൽ എന്തുണ്ട്? ഒരു കിളി, ഒരു പക്ഷിയുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് എന്ത് എഴുതണം? അതിന് തോയിറിൻ്റെ ജംഅ്, ആ വരട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ബഹുവചനം എഴുതണം. അല ഷജറത്തി. തോയറിൻ്റെ ജംഅ് എന്താണ്? തുയൂർ. അതല്ലെങ്കിൽ തൊയർ, രണ്ടും പറ്റും. തുയൂറുൻ എന്നും പറ്റും, തൊയറുൻ എന്നും പറ്റും. ഓക്കെ. ഞാൻ ശേഷം ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം കേട്ടോ. ആൻസറുകളെല്ലാം എഴുതിയത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആദ്യം ചോദ്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തത് അമാമൽ മദ്രസത്തി. മദ്രസക്ക് മുന്നിൽ, അതായത് മദ്രസ എന്ന് പറഞ്ഞാൽ വിദ്യാലയം എന്നാണ് കേട്ടോ അർത്ഥം. സാധാരണ നമ്മൾ അർത്ഥം വെക്കുന്ന പോലെ സ്കൂളിന് മുന്നിലുണ്ട് നബാത്തുൻ. എന്തുണ്ട്? ചെടിയുണ്ട്. നബാത്ത് എന്ന് പറഞ്ഞാൽ ചെടി കേട്ടോ, ചെടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ജംഅ് കൂട്ടിയിട്ട് ആ ജുംല മുഴുവനായിട്ട് എഴുതണം. അമാമൽ മദ്രസത്തി. നബാത്തിൻ്റെ ജംഅ് എന്താണ്? നബാത്താത്ത് കേട്ടോ, ചെടികൾ, സസ്യങ്ങൾ എന്നൊക്കെയുണ്ട് അർത്ഥം. സസ്യങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അമാമൽ മദ്രസത്തി നബാത്താത്തുൻ എന്ന് എഴുതണം. കണ്ടോ? ഇനി അടുത്തത് ഒരു പൂവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാം? ചെടിക്ക് മുകളിലല്ലേ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ അലൽ ഓറസി എന്ന് നമുക്ക് ഏറ്റവും മുകളിൽ കാണാം. ഒരു പൂമ്പാറ്റ ഒരു പൂക്കളുള്ള ചെടീൻ്റെ മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അലൽ ഓറസി ഫറാഷത്തുൻ എന്ന് മുകളിലുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അടിയിൽ എന്ത് ചെയ്താൽ അലൽ ഓറസി സഹറുൻ. പൂവിന് സഹറുൻ എന്നാ പറയാം കേട്ടോ. അലൽ ഓറസി സഹറുൻ. അപ്പോൾ അലൽ ഓറസി സഹറുൻ എന്ന് കിട്ടുമ്പോൾ അതിൻ്റെ സഹറിൻ്റെ ജംഅ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അസ്ഹാർ എന്നാണ് വേണ്ടത്. അപ്പോൾ അലൽ ഓറസി അസ്ഹാറുൻ എന്നാണ് അടുത്ത വരിയിൽ എഴുതേണ്ടത് കേട്ടോ. നാലാമത്തെ എന്താണ്? അലൽ ഓറസി സഹറുൻ. മറ്റൊരിടത്ത് അലൽ ഓറസി അസ്ഹാർ. അതുപോലെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എഴുതാം. എന്താണ്? ഫിന്നഹരി. പുഴയിലുണ്ട് സമക്കുൻ. മറ്റൊടുത്ത് ഫിന്നഹരി അസ്മാക്ക്. അല്ലെങ്കിൽ ഫിൽ ബിർക്കത്തി സമക്കുൻ, ഫിൽ ബിർക്കത്തി അസ്മാക്ക്. അല്ലെങ്കിൽ ഫിൽ ജദ്വലി സമക്കുൻ, ഫിൽ ജദ്വലി അസ്മാക്ക്. എന്തും പറ്റും കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം കേട്ടോ. എല്ലാ ആൻസറും ഞാൻ പച്ച നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അലൽ ഓറസി സഹറുൻ എന്ന് നാലാമത്തത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലൽ ഓറസി അസ്ഹാർ. ഫിന്നഹരി സമക്കുൻ, ഫിന്നഹരി അസ്മാക്ക്. മനസ്സിലായില്ലേ? നെഹ്റ് എന്ന് പറഞ്ഞാൽ പുഴ എന്നാട്ടോ. പുഴയിൽ മീനുണ്ട്, പുഴയിൽ മീനുകൾ ഉണ്ട്. ഒരു ചിത്രം വരക്കണം കേട്ടോ കള്ളിയിൽ. അപ്പോഴാണ് ഉത്തരങ്ങൾ മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ വരക്കണം, അങ്ങനത്തെ ചോദ്യം വന്നാലൊക്കെ. ഓക്കെ. നമുക്കിനി അടുത്തതിലേക്ക് കടക്കാം, രണ്ടാമത്തെ വർക്കിലേക്ക്.
ഇത് രണ്ടാമത്തെ വർക്കല്ല, ഇവിടെ ഔ എന്ന് കണ്ടോ. അപ്പോൾ മുകളിൽ ഒന്നാമത്തെ വർക്ക് എ എന്ന് കാണാം അവിടെ കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. രണ്ടിൽ ഇഷ്ടമുള്ള ഒന്ന് ചെയ്യണം കേട്ടോ. ഔ അല്ലെങ്കിൽ ബി രണ്ടാമത്തെ വർക്ക് ചെയ്യുക. നുക്മിലുൽ ഖാനാത്തി ബി മുസാഅദത്തിൽ മൻളൂം എന്നുള്ളതാണ് കേട്ടോ. ആ ഒഴിഞ്ഞ കള്ളി നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം ആ പദ്യം നോക്കിയിട്ട്. അതായത് പാഠഭാഗത്ത് നമ്മൾ മുഫ്രദും ജംഉം പഠിച്ചിട്ടുണ്ട്, ഏകവചനവും ബഹുവചനവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജംഉള്ളിടത്ത് കാണാം നമുക്ക് അസ്ഹാർ എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ മുഫ്രദ് ഈ ഒരു കവിതയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബിറുൻ എന്നുള്ളതിൻ്റെ ജംഉ നമ്മൾ എഴുതണം. അഗ്റാസ് എന്നുള്ളതിൻ്റെ മുഫ്രദ് നമ്മൾ എഴുതണം. ബൈത്തുൻ എന്നുള്ളതിൻ്റെ ജംഉ നമ്മൾ എഴുതണം. അതുപോലെ ജദാവിലിൻ്റെ മുഫ്രദും എഴുതണം. നമുക്ക് നേരെ ഉത്തരം കാണട്ടോ, അതിൻ്റെ ആൻസർ കാണാൻ ശേഷം നമുക്ക് വിശദീകരിക്കാം. സ്ക്രീനിൽ ഉത്തരം കാണാവുന്നതാണ്. നമുക്കൊന്ന് ആ ചെറിയ കവിത ഒന്ന് പാടി നോക്കാം. വാദി ജമീലുൻ ഫീഹി സലാം ബൈത്തുൻ സഗീറുൻ ഫീഹി ബനൂൻ ബിറുൻ നളീഫുൻ ബിമാഇൻ നഖി ഗർസുൻ ബഹീജുൻ ബിവറഖിൻ കസീർ സഹറുൻ ജമീലും ബിലൗനിൻ ബദീഅ ജദ്വലുൻ യുഗന്നി ബിലഹനിൻ ഖഫീഫ് വാദി ജമീലുൻ ഫീഹി സലാം ബൈത്തുൻ സഗീറുൻ ഫീഹി ബനൂൻ. അപ്പോൾ അതിൽ ചോദ്യങ്ങളിൽ കണ്ടില്ലേ, ജംഉ എന്നുള്ളടത്ത് അസ്ഹാർ എന്ന് കാണാം. അസ്ഹാറിൻ്റെ ജംഉ അതിൻ്റെ മുഫ്രദ്, അതിൻ്റെ ഏകവചനം സഹറുൻ എന്നാണ്. സഹറുൻ എന്ന് ഇതിലുള്ള അഞ്ചാമത്തെ വരി നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. സഹറുൻ ജമീൽ കണ്ടില്ലേ, സഹറുൻ ജമീലുൻ, അവിടെ സഹർ എന്നുണ്ട്. അതുപോലെ ബിറിൻ്റെ ജംഉ ആബാർ എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് നേരത്തെ പഠിച്ചത് കൊണ്ട് തന്നെ അത് പദ്യത്തിൽ നോക്കിയാൽ കാണില്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. പിന്നെ ഓറസിൻ്റെ ജംഉ എന്താണ്, അഗ്റാസ് എന്നാണ്. അപ്പോൾ അഗ്റാസ് നേരത്തെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഓറസ് ഈ കവിതയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. നാലാമത്തെ വരിയിൽ നോക്കിയാൽ കാണാം ഓറസുൻ ബഹീജുൻ, അവിടെ ഓറസ് എന്ന് കാണാം. അതുപോലെ ബൈത്തിൻ്റെ ജംആണ് ബുയൂത്ത്, അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. നേരത്തെ പഠിച്ചതായതുകൊണ്ട് തന്നെ ബൈത്തുൻ സഗീർ എന്ന് രണ്ടാമത്തെ വരിയിലുണ്ട്, അതിൻ്റെ ജംഉ നമ്മൾ പഠിക്കണം. പിന്നെ ജദ്വലിൻ്റെ ജംഉ ജദാവിൽ എന്നാണ്. ജദാവിൽ ജംഇൻ്റെ ആ കള്ളിയിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുഫ്രദ്, അതിൻ്റെ ഏകവചനം ജദ്വലുൻ എന്നാണ്. അത് ഈ പദ്യത്തിൽ നോക്കിയാലും കാണാവുന്നതാണ്. ഇനി ഏറ്റവും താഴെയുള്ള രണ്ട് ചോദ്യങ്ങൾ നോക്കൂ. ഒന്ന്, നഖ്താറു മിനൽ മൻളൂമി സത്റൻ ഫീഹി കലിമത്തു മാ, അതായത് മാ എന്നുള്ള പദം, ആ കലിമത്ത് അത് വന്ന വരി നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. ഏത് വരിയിലാണ് മാ വന്നിട്ടുള്ളത്? മൂന്നാമത്തെ വരിയിൽ മാ ഉണ്ടല്ലേ, ബിറുൻ നളീഫുൻ ബി മാ ഇൻ നഖയ്യ്, ആ ഒരു വരിയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ ബാ നോക്കൂ, രണ്ടാമത്തെ ചോദ്യം, നഖ്താറു മിനൽ മൻളൂമി സത്റൻ ഫീഹി കലിമത്തു ജമീൽ. ജമീൽ എന്നുള്ള പദം ഏത് കലിമത്തിലാണുള്ളത്, ഏത് വരിയിലാണുള്ളത്? അഞ്ചാമത്തെ വരിയിൽ നോക്കൂ, സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദിയ, അവിടെ ജമീലുണ്ട്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് നേരെ അടുത്ത പേജിലേക്ക് കടക്കാം. ഓക്കെ, നോക്കൂ, 5 ചിത്രം കാണാം താഴെ. നസിലു വനക്തുബു കമാഫിൽ മിസാൽ കേട്ടോ. നമുക്ക് യോജിപ്പിക്കാം, എന്നിട്ട് ഉദാഹരണത്തിൽ ഉള്ള പോലെ നമുക്ക് എഴുതുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ യോജിപ്പിക്കുക എന്നുള്ളിടത്ത് ഒരു സഹർ കണ്ടില്ലേ, സഹറിൻ്റെ നേരെ ഹാദ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹാദ സഹറുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അവിടെ കണ്ടി. അപ്പോൾ ഹാദ സഹറുൻ ജമീലുൻ. സഹർ എന്നുള്ളത് പിന്നെ ഈ അറബി പദത്തിലും ആണ് പെണ്ണ് എന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. സ്ത്രീലിംഗ പദത്തിനൊക്കെ അവസാനം ഹാത്താ കാണാം. ഫറാഷത്തുൻ, ദൂതത്തുൻ, പിന്നെ തോവിലത്തുൻ, സബ്ബൂറത്തുൻ, അവസാനം താ ഉള്ളതൊക്കെ സ്ത്രീകളെ സൂചിപ്പിക്കുക, സ്ത്രീലിംഗമാണ്. എന്നാൽ പിന്നെ അത് ഹാത്താവ് വരാത്തതൊക്കെ ഏകദേശമൊക്കെ എന്തായിരിക്കും, പിന്നെ മുദക്കറായിരിക്കും, പിന്നെ പുല്ലിംഗ വചനമായിരിക്കും, ആണുങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആണുങ്ങൾക്ക് ഹാദ എന്നും പെണ്ണുങ്ങൾക്ക് ഹാദിഹി എന്നുമാണ് പറയാറുള്ളത്.
ഹാദ എന്നാലും ഹാദിഹി എന്നാലും അർത്ഥം എന്താണെന്നറിയോ? ഇത് എന്നാണ്. ഇംഗ്ലീഷിൽ ദിസ് എന്ന് പറയുമല്ലോ, ദിസ്, ഇത്. അപ്പോൾ ഹാദ സഹറുൻ ജമീലുൻ, ഇത് ഭംഗിയുള്ള ഒരു പൂവാണ്. ഓക്കെ, ഇതേ പ്രകാരം ബാക്കിയുള്ളതൊക്കെ യോജിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. വീടിൻ്റെ അറബി ബൈത്തുൻ എന്നുള്ളതാണ്. ബൈത്തുൻ എന്നുള്ളത് ഹാദ എന്നാണ്. കാരണം ഹാത്താ വരണം, അപ്പോഴാണ് സ്ത്രീകളെ സൂചിപ്പിക്കുക. ബാത്താ പറ്റൂല. ബൈത്തുൻ, ഹാദ ബൈത്തുൻ എന്നാണ് വേണ്ടത് കേട്ടോ. ഹാദ ബൈത്തുൻ ജമീൽ, ഹാദ എന്ന് എഴുതി കൊടുക്കണം താഴെ. ഹാദയോടെ അങ്ങോട്ട് വരടും വേണം, ചേർക്കും വേണം. അതുപോലെ ഫറാഷത്ത് എന്നുള്ളത് ഹാദിഹി എന്നാണ്. ഫറാഷത്തുൻ ഹാദിഹി. ഓക്കെ, ഷജറത്തുൻ അത് ഹാദിഹി എന്നാണ്. ഈ ഷജറുൻ എന്നാണെങ്കിൽ ഹാദ, ഇവിടെ ഷജറത്തുൻ എന്നാണ് വേണ്ടത്. കാരണം താഴെ ഉദാഹരണത്തിൽ താഴെ നാലാമത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് ഷജറത്തുൻ എന്നാണ്. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, വലിയ മരം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ പന്ത് കണ്ടില്ലേ, പന്തിൻ്റെ പേര് ഖുറത്തുൻ എന്നാണ് വേണ്ടത്. ഖുറത്തുൻ എന്നുള്ളത് ഹാദിഹി എന്നാണ്. അപ്പോൾ ഹാദിഹി ഖുറത്തുൻ സ്വഗൈറ, അങ്ങനെയാണ് വേണ്ടത്. വളരെ എളുപ്പമുള്ളതാണ്. നമുക്കൊന്ന് ഉത്തരത്തിലേക്ക് മെല്ലെ കിടക്കാം. കണ്ടില്ലേ, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ചേർത്തിയിട്ടുണ്ട്. ഹാദിഹി ഫറാഷത്തുൻ, ഹാദിഹി ഷജറത്തുൻ, ഹാദിഹി ഖുറത്തുൻ. എന്നാൽ വീടിനക്ക് ഹാദ ബൈത്തുൻ, ആ ഒരു പൂവിനക്ക് ഹാദ സഹറുൻ. ഓക്കെ, ഇനി താഴെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൂടി ഒന്ന് നോക്കൂ. കണ്ടില്ലേ, ഹാദ സഹറുൻ ജമീൽ, ഹാദ ബൈത്തുൻ ജമീൽ, ഹാദിഹി ഖുറത്തുൻ സ്വഗൈറ, ഹാദിഹി ഷജറത്തുൻ കബീറ, പിന്നെയോ ഹാദിഹി ഫറാഷത്തുൻ ജമീല. അതൊന്ന് നമ്മൾ എക്സ്ട്രാ മുഴുവനായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഹാദിഹി ഫറാഷത്തുൻ ജമീല. ഹാദ സഹറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള പൂവ്, ഇത് ഭംഗിയുള്ള പൂവാണ്. ഹാദ ബൈത്തുൻ ജമീൽ, ഇത് ഭംഗിയുള്ള വീടാണ്. ഹാദിഹി ഖുറത്തുൻ സ്വഗൈറ, ഇത് ചെറിയ പന്താണ്. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, ഇത് വലിയ മരമാണ്. ഹാദിഹി ഫറാഷത്തുൻ ജമീലത്തുൻ, ഇത് ഭംഗിയുള്ള പൂമ്പാറ്റയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ താഴെയുള്ളതായ ആ ഖണ്ഡിക, ഒരു വരി ഖണ്ഡിക ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യാമോ, താഴെയുള്ള സംഭാഷണം പൂരിപ്പിക്കാനുള്ളതാണ് കേട്ടോ, പൂർത്തിയാക്കാനുള്ളതാണ്. തലവസ ബിർക്കത്തുൽ ഖറിയ, അതായത് ഗ്രാമത്തിലുള്ള ബിർക്കത്തന കുളം, ആ കുളം എന്തായി അറിയോ, വൃത്തികേടായി, മലിനമായി. ഫീഹി, അതിലുണ്ടായിരുന്നു അക്കിയാസുൻ, ഫീഹി അൽ അക്കിയാസു വൽ ഖാറൂറാത്ത് അൽ ബിലാസ്തീക്കിയ കേട്ടോ. അതായത് അക്കിയാസ് എന്ന് പറഞ്ഞാൽ കീസിൻ്റെ ജമാണ് അക്കിയാസ്. കീസ് എന്ന് പറഞ്ഞാൽ കവറ്, കീസുകൾ കേട്ടോ. അക്കിയാസ് അതിന് കവറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖാറൂറാത്തന കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടായിരുന്നു. ബിലാസ്തീക്കിയ. ഖറജ രാഹുൽ പുറപ്പെട്ടു. ലി തൻദീഫിൽ ബിർക്ക, ആ കുളം നന്നാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ പുറപ്പെട്ടു. അപ്പോൾ ഫലഖിയ സ്വദീഖഹു ഫൗസാൻ, ആ സമയത്ത് തൻ്റെ സഹോദരനായ ചങ്ങാതിയായ ഫൗസാനെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. ഫിത്വരീഖി, വഴിയിൽ വെച്ച്. ദാറ ബൈനഹുമാ ഹിവാർ, അവർ രണ്ടുപേർക്കുമിടയിൽ ഒരു സംഭാഷണം നടന്നു. നമുക്കതെന്ത് ചെയ്യാം, പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ആയിരിക്കും പുറപ്പെട്ടിട്ടുണ്ടാവൽ, അല്ലെങ്കിൽ വൈകുന്നേരം. രാവിലെ ആണെങ്കിൽ സബാഹുൽ ഖൈർ, ഫൗസാൻ എന്ത് പറയും, സബാഹുൽ ഖൈർ എന്ന് പറയും. അപ്പോൾ രാഹുൽ എന്ത് മറുപടി പറയും, സബാഹുൻ നൂർ. വൈകുന്നേരമാണെങ്കിൽ മസാഉൽ ഖൈർ, മസാഉൻ നൂർ. ഓക്കെ, വളരെ എളുപ്പമുള്ളതാണ് കേട്ടോ. ഫൗസാൻ ചോദിക്കുന്നു, ഇലാ ഐന, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ രാഹുൽ എന്താണ് മറുപടി കൊടുക്കുക, ഇലാ ലഫത്തിൽ ബിർക്ക. ഇലാ ലഫത്തിൽ ബിർക്ക എന്ന് പറഞ്ഞാൽ പിന്നെ കുളക്കരയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഇലൽ ഖറിയ എന്നും പറയാം കേട്ടോ, ഗ്രാമത്തിലേക്കാണ് പോകുന്നതെന്നും പറയാം കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയാന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഫൗസാൻ ചോദിച്ചു, ലിമ, എന്തിനു വേണ്ടിയാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത്? അപ്പോൾ രാഹുൽ എന്തായിരിക്കും മറുപടി പറയുക, കുളം നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നാക്കാൻ എന്നുള്ളതിൻ്റെ അറബി അവിടെയുണ്ട്, വൃത്തിയാക്കാൻ എന്നുള്ളത്. ലി തൻദീഫ്
ലി തൻദീഫിൽ ബിർക്ക എന്ന് എഴുതണം അവിടെ. ഫൗസാൻ അത് കേൾക്കേണ്ട താമസം പറഞ്ഞു, ഹാദ അമലുൻ മിസാലിയുൻ, ഇതൊരു മാതൃകാ പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനമാണ് എന്ന് പറയുന്നു. രാഹുൽ ശുക്രൻ എന്ന് മറുപടി പറയുന്നു, താങ്ക് യു. അപ്പോൾ ഫൗസാൻ അഫ്വൻ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതൊന്നും ഞാൻ പിന്നെ വലിച്ചു നീട്ടി പറയുന്നില്ല, നമുക്കറിയുന്നതാണ്. ലി തൻദീഫിൽ ബിർക്ക എന്നാണ് അവിടെ കൊടുക്കേണ്ട പോയിൻ്റ് കേട്ടോ, കുളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഫൗസാൻ സ്വബാഹുൽ ഖൈർ, രാഹുൽ സ്വബാഹുൽ നൂർ, ഫൗസാൻ ഇലാ ഐന, രാഹുൽ എന്ത് പറയുന്നു, ഇലാ വഫത്തിൽ ബിർക്ക കേട്ടോ, അല്ലെങ്കിൽ ഇലൽ ഖറിയ എന്നും പറയാം. അപ്പോൾ ഫൗസാൻ ചോദിച്ചു ലിമ ലി തൻദീഫിൽ ബിർക്ക കേട്ടോ, ലിമ എന്തിനു വേണ്ടിയാണ് പോകുന്നത്, ലി തൻദീഫിൽ ബിർക്ക, കുളം വൃത്തിയാക്കാൻ വേണ്ടി. ലാസ്റ്റ് ശുക്രൻ അഫ്വൻ അവസാനം. ഓക്കെ, അടുത്തത് ഈ ഒരു സൂര്യ ചിത്രം ഉണ്ടല്ലോ, ഇതൊന്ന് കള്ളി പൂരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ജുംല എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുകളിലെ കള്ളിയിൽ ബിർക്കത്ത് എന്ന് കാണാം. അൽ ബിർക്ക, ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ കുളം. ആ നൗലിഫു എന്ന് അടിയിൽ കണ്ടില്ലേ നടുവിൽ, അപ്പോൾ ആ നൗലിഫുൽ ബിർക്ക എന്ന് ചേർത്ത് എഴുതി. നൗലിഫു നിങ്ങൾ വൃത്തിയാക്കൂ, വൃത്തിയായി സൂക്ഷിക്കൂ, അൽ ബിർക്ക കുളം. അതുപോലെ ഇനി എന്ത് ചെയ്യാം, പിന്നെ വെള്ളത്തിൻ്റെ പിന്നെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, കിണർ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഈ കള്ളിയിൽ ബിർ എന്ന് എഴുതുക. അപ്പോൾ നൗലിഫുൽ ബിർ, നിങ്ങൾ കിണർ വൃത്തിയായി സൂക്ഷിക്കൂ. അടുത്ത കളിയിൽ നെഹർ എന്ന് എഴുതുക. എന്നിട്ട് നൗലിഫുൽ നെഹർ, പുഴ വൃത്തിയായി സൂക്ഷിക്കൂ. അതുപോലെ തോട്, ജദ്വൽ എന്നാണ് പറയുക. നൗലിഫുൽ ജദ്വൽ, നിങ്ങൾ പിന്നെ തോട് വൃത്തിയായി സൂക്ഷിക്കൂ. ഓക്കെ, നൗലിഫുൽ ബഹർ, കടൽ, അതായത് കടൽ തീരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിവിടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത് നോക്കി പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കൂ, അടുത്തൊരു ഖണ്ഡിക നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് വേർതിരിക്കാം എന്നുള്ളതാണ്. ഖദ്റാവാത്തും ഫവാക്കിഹും. ഖദ്റാവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ആദ്യം ഖണ്ഡിക ഒന്ന് വായിച്ച് നോക്കിയാലോ. ദഖല സിനാൻ, സിനാന് പ്രവേശിച്ചു. എങ്ങോട്ട്, സൂഖൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഇഷ്തറ ബഅദൽ ഖദ്റാവാത്തി വൽ ഫവാക്കിഹി, അല്പം പച്ചക്കറികളും പഴങ്ങളും വാങ്ങി. ഏത് പോലെ, മിസ്ല ബാമിയ, ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ട, ടൊമാത്തിം എന്ന് പറഞ്ഞാൽ തക്കാളി, ജുവാഫ എന്ന് പറഞ്ഞാൽ പേരക്ക, ഖയ്യാർ എന്ന് പറഞ്ഞാൽ കക്കരി, മൗസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, ജസർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, തുഫാഹ് എന്ന് പറഞ്ഞാലോ ആപ്പിൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. 1 മുതൽ പഠിക്കുന്ന ഓരോ വാക്കുകളാണ്. അങ്ങനെ റജാ സിനാൻ, സിനാൻ മടങ്ങിപ്പോന്നു. മിനസൂഖി അൽ മർക്കസി, സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഫരിഹൻ, സന്തോഷവാനായിട്ട് മടങ്ങിപ്പോന്നു. ഇനി എന്താണ് നമ്മുടെ വർക്ക് എന്ന് വെച്ചാൽ, താഴെയുള്ള 2 കള്ളിയുണ്ടല്ലോ, അൽ ഖദ്റാവാത്ത് പച്ചക്കറികൾ, മുകളിലുള്ളതായ സാധനം വാങ്ങിയ കൂട്ടത്തിൽ പച്ചക്കറികൾ ആ ഖദ്റാവാത്തിൻ്റെ കള്ളിയിൽ എഴുതുക. അൽ ഫവാക്കിഹു എന്നുള്ളിടത്ത് പഴങ്ങൾ, അപ്പം മുകളിലുള്ള പഴങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യുക, ആ പഴങ്ങളുടെ കള്ളിയിലും എഴുതുക. ഓക്കെ, നമുക്ക് നേരെ ആൻസർ കീയിലേക്ക് കിടക്കാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ഞാൻ മലയാളത്തിൽ അർത്ഥവും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയാൽ ഉത്തരം വളരെ സിമ്പിളാണ്. ബാമിയ വെണ്ട, ടൊമാത്തിം തക്കാളി, ഖയ്യാർ കക്കരി, ജസർ കാരറ്റ്, ജുവാഫ പേരക്ക, മൗസ് വാഴപ്പഴം, ബുർത്തുക്കാൽ ഓറഞ്ച്, തുഫാഹ് ആപ്പിൾ. ഇത് നല്ലോണം വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കിടക്കാം. 5ാമത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് 5ാമത്തെ വർക്ക് തന്നെയാണ്. അതിൽ എയും ബിയും ഉണ്ട്. എ എഴുതാൻ കഴിയണില്ലെങ്കിൽ ബി എഴുതുക. ഔ എന്ന് കാണാം, അല്ലെങ്കിൽ എന്ന് മുകളിൽ കാണാം. അപ്പോൾ ഉദ്ദേശം എന്താ വെച്ചാൽ, 1ാമത്തെ വർക്ക് പ്രയാസമാണെങ്കിൽ 2ാമത്തെ വർക്ക് ചെയ്യുക. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒന്ന് ചെയ്താൽ മതി, 2ഉം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. ഏതിലൊന്ന് ചെയ്താൽ തന്നെ മുഴുവൻ മാർക്ക് ലഭിക്കും. അപ്പോൾ നോക്കൂ, നുക്കമ്മിലുൽ ഹിവാറ, നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ. ആദ്യം ആ ഖണ്ഡിക ഒന്ന് വായിച്ച് നോക്കാം. അറാദ ബാബു, ബാബു ഉദ്ദേശിച്ചു, യൗദാദ സലത്തൊത്തിൽ ഖദ്റാവാത്തി വൽ ഫവാക്കിഹി, അതായത് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും സാലഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആര്, ബാബു. വഖാല ലി ഉമ്മിഹി അൻഹ,
ഈ സാലഡിനെ കുറിച്ച് എന്ത് ചെയ്തു? തൻ്റെ ഉമ്മയോട് ബാബു കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കാലത്തിൽ ഉമ്മ പറഞ്ഞു യഷ്തരിയൽ അഷിയാ, അതായത് ഇതിൻ്റെ പിന്നെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ ആവശ്യപ്പെട്ടു. അങ്ങനെ ദഹബ ബാബു പോയി ഇലൽ മഹല്ലി, കടയിലേക്ക് എന്തിന്? ഈ സാധനത്തിന് വേണ്ടി പോയി. അങ്ങനെ വഷ്തറ ബാദൽ ഫവാക്കിഹി വൽ ഖദറാവാത്ത്, പച്ചക്കറികളും പഴങ്ങളും എല്ലാം അല്പം വാങ്ങി. അങ്ങനെ ജറ ബൈനഹു വബൈനൽ ബായി ഹിവാറുൻ, ബായി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനാണ് കേട്ടോ. കച്ചവടക്കാരൻ്റെയും അതുപോലെ ഇവൻ്റെയും ഈ ബാബുവിൻ്റെയും ഇടയിൽ ഒരു സംഭാഷണം നടന്നു എന്നുള്ളതാണ്. ആ സംഭാഷണം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ബാബു എന്താ പറഞ്ഞത്? മസാ ഉൽ ഖൈർ. അപ്പോൾ കച്ചവടക്കാരൻ എന്ത് മറുപടി പറയും? മസാ ഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ മസാ ഉന്നൂർ, തഫദ്ദൽ, വരൂ. മാതാ തുരീദു, എന്താ നിനക്ക് വേണ്ടത്? എന്താ പിന്നെ നിനക്ക് ആവശ്യം? എന്താണ് നിൻ്റെ ആവശ്യം? എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം ബാബു എന്തൊക്കെ പറഞ്ഞു? പച്ചക്കറികൾ, ടൊമാത്തിം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒത്തിരി പച്ചക്കറികളും, അതുപോലെ തന്നെ ടൊമാത്തിം, തക്കാളി, അങ്ങനെ തുടങ്ങി ഒത്തിരി പച്ചക്കറികൾ പറഞ്ഞു. വാ എന്ന് പറഞ്ഞാൽ പിന്നെ ടൊമാത്തിമും അതും ഇതും ഇങ്ങനെ എന്നറിയില്ലേ, ആൻഡ് എന്നറിയില്ലേ ഇംഗ്ലീഷിൽ. അപ്പോൾ അതാണ് കേട്ടോ വാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൊമാത്തിം, വാ, ഖിയാർ, അങ്ങനെ തുടങ്ങുമല്ലോ. പിന്നെ ഖിയാറും വേണം, അങ്ങനെ ഓരോന്നും. അതിനു വേണ്ടിയാണ് വാവ്, അത്ഫിൻ്റെ വാവ് എന്ന് പറയും. അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ശേഷം കച്ചവടക്കാരനെ പിന്നെ തുരീദുൽ ഫവാക്കിഹ, എന്തൊക്കെയാണ് പഴങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബാബു എന്ത് മറുപടി പറഞ്ഞു? തുരീദുൽ ഫവാക്കിഹ, പഴങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ നാം, അതെ, പഴം ആവശ്യമുണ്ട്. അൽ മൗസ്, വാഴപ്പഴം, അതുപോലെ തന്നെ ശേഷമുള്ള 2 പഴങ്ങളും കൂടി നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ കച്ചവടക്കാരൻ തഫദ്ദൽ അൽ ഫാത്തൂറ, ഇതാ ബില്ല് കൊടുക്കുന്നു കേട്ടോ. ബില്ല് കൊടുത്തപ്പോൾ ബാബു അത് വാങ്ങുന്നു. തഫദ്ദൽ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറയണം, ശേഷം അഫ്വൻ എന്ന് പറയണം. ഓക്കെ, നമ്മൾ നേരെ ആ സംഭാഷണം പൂരിപ്പിച്ചത് ഒന്ന് നോക്കാം. ഇത് നോക്കിയാൽ കാണാവുന്നതാണ്. എല്ലാ ആൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മസാ ഉൽ ഖൈർ, മസാ ഉന്നൂർ, ടൊമാത്തിം, ബാമിയ ജസർ. ബാമിയ ജസർ എന്നുള്ളതിൻ്റെ അർത്ഥം നേരത്തെ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൗസ്, തുഫാഹ്, ബുർത്തുഖാൽ. ശേഷം തഫദ്ദൽ അൽ ഫാത്തൂറ, ഇത് ബില്ലത. ബാബു എന്ന് പറയുന്നു, ശുക്രൻ എന്ന് പറയുന്നു, ബായോ അഫ്വൻ എന്ന് പറയുന്നു. നിങ്ങളെന്ത് ചെയ്യുക? ഉഷാറായിട്ട് പഠിക്കുക, നല്ലോണം മാർക്ക് വാങ്ങുക, ജയിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ.